അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ പണികളാട്ടൊന്ന് കാണിക്കുന്നത്. രാവിലെ ആച്ചുട്ടനും ഇഷമോൾക്കും സ്കൂളുണ്ട്. നമ്മുടെ കുഞ്ഞോന് എന്നും ക്ലാസ്സില്ല കേട്ടോ. അവന് എന്നും മുടക്കാണ്. എന്താണാവോ ഇങ്ങനെ അവരുടെ സ്കൂള്. ബോയ്സ് സ്കൂളായ ഇങ്ങനെ തന്നെയാണ്. പിന്നെ എന്നിട്ട് ആച്ചുട്ടനും ഇഷമോൾക്കൊക്കെ ഉണ്ടല്ലോ. ഇവനൊന്നുമില്ലല്ലോ. 10ാം ക്ലാസ് വരെയുള്ള സ്കൂളിലൊന്നും ഇല്ല. അപ്പം ഞാൻ ചായക്ക് കട്ടൻ ചായ ഇട്ടൊന്നും പാലൊന്നും മേടിച്ചില്ല. അപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി നോക്കിയപ്പോൾ നമ്മുടെ അജ്മി പുട്ടുപൊടിയാണ് ഞാൻ മേടിക്കാറ്. ഇപ്പോൾ അതിൽ ഓരോ ഉറുമ്പിനെ കണ്ടു. അപ്പോൾ അതിനൊക്കെ നുള്ളി പറക്കി കളഞ്ഞിട്ട് പിന്നെ അതിൽ ഉപ്പിട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അവിടെ വയ്ക്കില്ല വേണ്ടോ. ഇപ്പോൾ പുട്ടിന് പൊടി നനയ്ക്കാനൊക്കെ അറിയാത്ത കുട്ടികൾക്കും പുട്ട് നനയ്ക്കിയപ്പോൾ സുഖമാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അജ്മി അങ്ങനത്തെ പുട്ടുപൊടികളല്ലേ ഇപ്പോൾ അതിൽ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പുട്ടുപൊടി നനഞ്ഞ് കുതിർന്ന് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ മേടിക്കുമ്പോഴും അജ്മി പുട്ടുപൊടി തന്നെ മേടിക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഡബിൾ ഹോസാണ് ആദ്യം വാങ്ങിയായിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് എന്താടാ മൂന്ന് ഇരുന്നിട്ട് അജ്മി തന്നെയാട്ടോ മേടിക്കാറ്. അപ്പോൾ കുറച്ച് പഴം ഉണ്ടായിരുന്നു, മുറിച്ചിട്ട് പുഴുങ്ങി. അത് മുറിച്ചിട്ട് പുഴുങ്ങാണ് നമ്മൾ. എന്താ പറയുക, പുട്ടും പഴം പുഴുങ്ങിയതും പപ്പടം ആക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ കുറച്ച് ദിവസമായി ഇപ്പോൾ പുട്ടുണ്ടാക്കിയിട്ട്. അത് കാരണം ഇപ്പോൾ ഇന്ന് പുട്ടൊക്കെ തന്നെ ചിലവായി. അപ്പോൾ പഴം മുറിച്ചിട്ട് പഴം മുറിച്ചിട്ടാണ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അത് പുഴുങ്ങിയെടുക്കാം. ഇഡ്ഡലി ചെമ്പിൽ അത് പുഴുങ്ങിയെടുക്കാം. ഇനിയിപ്പോൾ നാളെ തൊട്ട് നമ്മൾ നോമ്പായില്ലേ. നാളെ ഇന്ന് നോമ്പിൻ്റെ ഒരുക്കങ്ങളാവും എല്ലായിടത്തും. ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുന്നേക്കലും പിന്നെ ഓരോന്ന് ഉണ്ടാക്കി വെക്കലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവൂലേ. നമ്മൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കേട്ടോ. നമ്മൾ നാളെ നമ്മുടെ മിക്സി നല്ല പണി തന്നു നമുക്ക്. മിക്സിയുടെ മോട്ടർ കത്തിപ്പോയേക്കാണ്. അപ്പോൾ എന്താ പറയുക, അതിന് വാറണ്ടി ഉണ്ട്. പക്ഷെ 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. നമ്മൾ മേടിച്ചിട്ടിപ്പോൾ ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ വാറണ്ടി ഉണ്ടെങ്കിലും കൂടിയിട്ട് അത് നേരാക്കണമെങ്കിൽ അതിലൊരു സീല് വേണത്ര. നമ്മൾ വാങ്ങിച്ച കടയിൽ നിന്ന് അതിൽ സീല് വെച്ചാലാണ് നേരെയാക്കി തരുള്ളൂ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ നമ്മളല്ല മേടിച്ച് നമുക്ക് അടവിന് കൊടുന്നു തരില്ല, അവരാണ് തന്നത്. പക്ഷെ അതിൽ സീലില്ല. അപ്പോൾ അവിടുത്തെ വാഴാനിയിലുള്ള ഒരു ആളാണ് തന്നത്. അപ്പോൾ അവനോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ തൃശ്ശൂർ പോയിട്ട് അതിൽ സീൽ വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുന്ന് നേരെയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവന് ഒഴിവില്ല, പോവാ, ഒരു കച്ചവടത്തിന് പോയേക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് അത് ശരിയാക്കേണ്ടി വരും. അപ്പോൾ സീൽ വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ രാവിലെ നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള പണിയാണ്. അപ്പോൾ നമ്മുടെ പഴം പുഴുങ്ങിയതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, വെന്തു. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചില്ലേ, നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചില്ലേ, കണ്ട പാകത്തിന് നനഞ്ഞ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കൈ വെച്ചിട്ടൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സൂപ്പറാവും. പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് വാരിയിട്ടിട്ടാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കാറ്. നമ്മൾ പുട്ടുംകുറ്റിയിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഉണ്ടാക്കാറില്ല, എപ്പോഴേലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്താ പറയുക, ഇത് നമ്മളെന്തായാലും പുട്ട് പൊടിച്ചിട്ടാണല്ലോ കഴിക്കുക. പിന്നെ ഇപ്പം എന്താ ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ മതി. അപ്പോൾ ഇതിൽ ഇഡ്ഡലി ചെമ്പിൽ തന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലത്തെ പഴമൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. പഴമൊക്കെ മാറ്റിയിട്ട് നമുക്ക് അതിൽ തന്നെ ഇനി പുട്ടുണ്ടാക്കാം. അല്ല കുഞ്ഞിന് പഠിക്കാനൊന്നുമില്ല. കുഞ്ഞ് ഫുള്ള് പഠിച്ച് ഇവിടെ എല്ലാം പണിക്കരായിട്ട് ഇരിക്കുക, പഠിച്ചിട്ട്. അതിന് ഇവിടെ കിടപ്പാണ്. അയാൾക്ക് ഇരുന്ന് പഠിച്ചോട്ടെ, നീ ഇത്തിരി നേരം. അപ്പോൾ ഇനി പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചിട്ട് തേങ്ങ ഉണ്ടായിരുന്നില്ല. തേങ്ങ ഞാൻ സണ്ണേട്ട വന്ന് കട തുറന്നതിന് ശേഷമായിട്ട് തേങ്ങ ഒക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിന് ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ ആ പാത്രം ഉണ്ടാവില്ല, നമ്മുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ടുണ്ടാവുമല്ലോ, അതിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് പൊടിയിടുക, അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആവി വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പുട്ടുണ്ടാക്കൽ കഴിയും. പെട്ടെന്ന് തന്നെ പണിയും കഴിയും. ഗ്യാസ് ലാഭം, എല്ലാ ലാഭമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് ചോറിന് എന്തായാലും വെള്ളം വെച്ചിട്ട് വേണം വെള്ളം വയ്ക്കാം. അല്ലെങ്കിൽ പോകണ്ടേ, അവിടെ തൃശ്ശൂർക്കൊന്ന് പോകണം. അപ്പോൾ അത് കാരണം വെള്ളം വെച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടാവും കേട്ടോ, കുഞ്ഞിവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മളൊരു പാക്കറ്റ് പപ്പടം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പപ്പടം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം.
രാവിലെ തന്നെ പപ്പടമൊന്നും ഇവർക്ക് വലിയ ഇഷ്ടം. ഇവർക്ക് കറിയാട്ടോ ഇഷ്ടം. കുട്ടികൾക്ക് ഈ കറിയാണ് ഇഷ്ടം. കഴിഞ്ഞ കൊല്ലത്ത് നോമ്പ് നമ്മൾ അവിടെ വാഴാനൂര്. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് നമ്മൾ വാഴാനിൽ, ഇക്കൊല്ലത്തെ നോമ്പ് നമ്മൾ കുമ്പളങ്ങാട്. അടുത്ത കൊല്ലം പഠിച്ചു നമുക്ക് നോമ്പ് എവിടെ വെച്ചിട്ടാണാവോ. നമ്മളുണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളൊന്നും വിചാരിച്ച പോലൊന്നുമല്ല കാര്യങ്ങൾ നടക്കുക. നമ്മൾ വിചാരിക്കുന്നത് ഒന്ന്, പഠിച്ചോ വിചാരിക്കുന്നത് വേറൊന്ന്. അതുപോലെയാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു നോമ്പെടുക്കാനുള്ള ഞാനും കുഞ്ഞേട്ടൻ നോമ്പെടുക്കുള്ളൂ. ആച്ചൂട്ടന് ഇഷ്ടമുള്ളൊക്കെ കുട്ടികളല്ലേ, അവരൊന്നും എടുക്കാൻ സഹായിക്കില്ല. ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ നോമ്പെടുക്കാനുള്ള ആരോഗ്യം പഠിച്ചു തരട്ടല്ലോ കുഞ്ഞോ. എന്തായാലും നോമ്പെടുക്കണം, എല്ലാ നോമ്പെടുക്കണം എന്നുണ്ട്. പറ്റുമെന്ന് അറിയില്ല. അച്ഛൻ എന്തായാലും എല്ലാവർക്കും നോമ്പെടുക്കാനുള്ള ആരോഗ്യമൊക്കെ തരട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടൊക്കെയാണ്. കാരണം എന്തൊക്കെ ഉണ്ടാവാമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പുട്ടായിട്ടുണ്ട്. നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ ആച്ചൂട്ടനുള്ള പുട്ട് നമുക്ക് കൊടുക്കാം. അവനവിടെ പല്ലൊക്കെ തേച്ചിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പുട്ട് ഞാൻ പാത്രത്തിലേക്ക് നമ്മൾ ചോറ് വിളമ്പണ പോലെ വിളമ്പി ഒരു പഴം ഒരു പപ്പടം വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ആച്ചൂട്ടിന് കൊടുക്കാം. ഇങ്ങനെ കുഞ്ഞ് അവിടെ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവൾക്ക് വരും. അപ്പോൾ അവന് കൊടുക്കാം. ചോറിന് വെള്ളത്തിൽ കുറവായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇന്നാളെ ലൈവിൽ വന്ന് കുറേ പേര് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ എപ്പോഴൊന്നും വരാറില്ലായിരുന്നു. നാളൊരു ഇങ്ങനെ വന്നപ്പോൾ വരണം തോന്നി. അത് കാരണം വന്ന് കയറിയതാണ് കേട്ടോ. പിന്നെ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് വരും. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലൊക്കെ വരണ്ട്. നമ്മൾ പക്ഷെ കണ്ടിട്ടില്ല. രാത്രി നമ്മൾ ഉച്ചരിഞ്ഞിട്ടില്ല ഇട്ടത്. നമുക്ക് എന്തായാലും നാളെ കുഞ്ഞുവിന് പറഞ്ഞിട്ടുണ്ട് അത്താഴത്തിന് ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ. അപ്പോൾ ഞാൻ ഇത്തിരി അരി വെള്ളത്തിലിടാന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ അരച്ച് വയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത്തിരി മിക്സി ഇല്ലാത്ത കാരണം ഗ്രൈൻഡറിൽ അരച്ച് വയ്ക്കാം. അപ്പോൾ അതിന് ഇത്തിരി രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ട് ഇട്ടു. അപ്പോൾ 2 നാഴി അരിയും പിന്നെ ഒരു അരനാഴി ഉഴുന്നിട്ടുള്ളൂ. പിന്നെ 1.5 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായി കഴുകിയിട്ട് നമ്മളവിടെ വെള്ളത്തിലാക്കിയിട്ട് അവിടെ വെക്കിയിട്ട് ഉച്ചരിഞ്ഞിട്ട് അരച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ദോശയൊക്കെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞ് കഴിക്കില്ല. അത്താഴത്തിന് നീച്ച കഴിക്കും. അല്ലാണ്ട് ചോറൊന്നും കഴിക്കില്ല. എനിക്കിന്ന് ചോറ് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആ സമയത്തൊന്നും എണിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ. ദോശയാണെങ്കിൽ നമുക്ക് ചൂടോടെ തന്നെ അപ്പോഴേ ഉണ്ടാക്കി കഴിക്കാമല്ലോ. പിന്നെ വല്ല പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്രയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നോമ്പെടുത്താലും നമ്മൾ വിചാരിക്കും നോമ്പറക്കുമ്പോഴേക്കും കഴിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ നാരങ്ങ വെള്ളം കുടിച്ചാൽ പിന്നെ ഒന്നിനും പറ്റില്ല. എന്താ പറയുക, നമുക്ക് ഒന്നും വേണ്ട തോന്നും. വെള്ളം വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുപോലത്തെ അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ അത്താഴത്തിൽ കിടക്കുമ്പോൾ ഒക്കെ വിചാരിക്കും നമ്മൾ അത്താഴത്തിന് എണിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എണിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര നേരത്തൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്തായാലും ദോശയൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെയും ചൂടോടെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയാലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. ആദ്യമൊക്കെ റഷിക്ക് ഇവിടെ നാട്ടിലുള്ളപ്പോൾ നോമ്പെടുക്കുമ്പോൾ ആൾക്ക് ഞാൻ അവിലൊക്കെ നനച്ചിട്ടാണ് കൊടുത്തിരുന്നു. അപ്പോൾ ആൾ കഴിച്ചിരുന്നു. അവിലൊക്കെ നനച്ച് കൊടുക്കാമെങ്കിൽ കഴിക്കും. പക്ഷെ അവിലൊക്കെ കഴിച്ച് വെള്ളത്തിന് ഭയങ്കര ദാഹം ഉണ്ടാവും. നമ്മുടെ വയറ്റിൽ കിടന്നിട്ട് ദഹിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്താലും വെള്ളത്തിന് നല്ല ദാഹിക്കുള്ളൂ അവിലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ വല്ലതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കുഴപ്പമുണ്ടാവില്ല. എന്ത് കഴിക്കുകയാണെങ്കിലും നമ്മൾ നോമ്പെടുക്കുന്നതിന് വിശപ്പിൻ്റെ ആ ഒരു കാഠിന്യം അറിയാൻ തന്നെയാണ്. ഏതില്ലാത്തവരും ഉള്ളവനും നമ്മൾ നോമ്പെടുത്താൽ തന്നെയാണ് വിശപ്പിൻ്റെ വിലയും ആഹാരത്തിൻ്റെ വിലയും ഭക്ഷണത്തിൻ്റെ വിലയൊക്കെ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ കുട്ടികളെ തന്നെ കുളിപ്പിച്ച് അവരെ ഡ്രസ്സ് മാറ്റിയിട്ട് അവരെ പറഞ്ഞയക്കാൻ നോക്കട്ടോ. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കുറച്ച് തന്നെ ഉള്ളൂ. അധികമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. രാവിലത്തെ ആ ഒരു വിശേഷം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്ത് യൂണിഫോം ഇട്ട് കൊടുത്തിട്ടില്ല. ഇട്ട് കൊടുത്ത് ആച്ചൂട്ടിന് അവിടെ നിന്നിട്ട് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.